നല്ല ഭംഗി. ഇന്നലെ നമ്മൾ അർമേനിയ പോയ പോലത്തെ സ്നോയേ അല്ല. ഹണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇന്നലെ തന്നെ പൊലിയല്ല. ഇന്നലെ അർമേനിയയിൽ വേറെ ടൈപ്പ് സ്നോ. ഇന്നിപ്പോൾ കയ്യും കാലല്ലേ കുത്തിപ്പോ. ഇത് മദർ ജോർജിയ. നമ്മൾ ഇന്നലെ രാത്രി കണ്ടിട്ടില്ലേ അങ്ങൊരു അമ്മാമന്, അതാണ് ഏറ്റവും വലിയ റിസർവോയർ, ജിൻ വാലി വാട്ടർ റിസർവോയർ. യുദ്ധത്തിന് പോകുമ്പോൾ എടുക്കാം ഘടികാരം. അല്ല, ഘടികാരം ക്ലോക്ക് അല്ലേ? ഇതിനെന്താ പറയാ, കത്തിക്ക് എന്താ പറയാ? അപ്പം ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ ഡേ 4 ആണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഗുദേരി, കസ്ബക്കി, അനന്നൂരി എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ പ്രൈവറ്റ് അല്ല, ഗ്രൂപ്പായിട്ട് പോകാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ നമുക്കൊരു പ്രൈവറ്റ് കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് പിക്കപ്പ് ലൊക്കേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യും. അപ്പം വരുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ പ്രൈവറ്റ് കാറിന് ഇവിടെ അബാനു 15 എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഗ്രൂപ്പ് ടൂർ നമുക്ക് അറേഞ്ച്മെൻറ്റ്, അതാണ് നമ്മളെ വണ്ടി. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ അതായത് ഇതാണ് നമ്മളെ വണ്ടി. ഇവിടെ നിന്ന് നമ്മൾ പോകും. നമ്മളെ ഇതിൽ ഫസ്റ്റ് തോന്നുന്നു വേറെ ചളിയെ അയ്യോ പിടിച്ചോനെ. ഓക്കെ, നമ്മളങ്ങനെ നമ്മളെ വണ്ടി കയറിയിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് 2.5 മണിക്കൂറാണ് ഗുദേരിയിലേക്കുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് വേറെ കുറച്ച് ടീമും കൂടി കയറുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മാത്രം പോയിട്ട് സ്ഥലമെല്ലാം കണ്ടിട്ട് വരാം. ഇതാണ് നമ്മളെ പ്രൈവറ്റിൻ്റെ ഗ്രൂപ്പിൻ്റെ വെഹിക്കിള്. ഗ്രൂപ്പിന് കൂടുതലും സ്പിഞ്ചർ 15 സീറ്റർ വെഹിക്കിളായിരിക്കും ഉണ്ടാവാൻ. വലിയ ബസ്സിനെക്കാളും ഇവർ 2-3 ബസ്. പിന്നെ ഓരോ റൂട്ടിലേക്കാണ്. അവിടെ വേറൊരു ബസ്സുണ്ട്, അത് കുത്തൈസിയിലേക്കുള്ള പോകുന്ന ബസ്സാണ്. ഇതാണ് നമ്മളെ ബസ്. കണ്ട കുഞ്ഞുമക്കൾ കുടയിലെടുത്തിട്ട് ഇവിടെ ഇപ്പം നല്ല മഴയാണ് അത്യാവശ്യം. നമ്മളെ വണ്ടി ഇതാ ഫുള്ളാവാൻ പോകുന്നു. ഇനി ആകെ 4-5 സീറ്റും കൂടെ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ വണ്ടി ഫുള്ളാവും. ചൈനയിൽ പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. കാരണം ഇതിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 10-14 ആൾക്കാരുണ്ട്. അപ്പം എല്ലാ ലാംഗ്വേജിലും പറയുന്നുണ്ട്. വളവളവളവളാന്ന് ഒടിനൊന്നും നിൽക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഈ പറയുന്നത്. ഇനി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താ പറയുന്നതെന്നുള്ളത്. ആടെ ഇന്ന് നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ജിൻ വാലി റിസർവോയറിൽ പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗുദാരിയിലേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കസ്ബക്കി എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് പോകും. ഈ 3 സിറ്റിയിലേക്ക് പോയിട്ട് അവിടുന്ന് വേറെ സൈറ്റ് സീയിങ്ങിലേക്ക് പോകും. പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പം അയാൾ ഒരു സിറ്റീനെ പറ്റിയിട്ട് റഷ്യനിൽ സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചു തരും. പിന്നെ ഇവിടെ കുറച്ച് ചൈനീസ് ഉണ്ട്, അങ്ങനെ അവർക്ക് ചൈനീസിൽ 3 ലാംഗ്വേജിലായിട്ട് സംസാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ഹിസ്റ്ററി എന്താ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്തെല്ലാമെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാമ്മയെല്ലാം നടന്ന് കളിക്കുന്നുണ്ട്, ഇങ്ങോട്ടൊന്നും ഉണ്ടാണ്ട്. ഞാനിവിടെ കണ്ടിൽ വെച്ചിട്ട് നമ്മൾ വരുന്ന സമയത്തും ഫ്ലൈറ്റിൽ എല്ലാവരും ട്രെയിനിൽ പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നത്. ഇപ്പോൾ വണ്ടി കയറിയിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇവർക്ക് ഇതൊരു ഹോബിയാണ് തോന്നുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചറ് ചോദ്യം ചോദിക്കുന്ന പഠിച്ചിട്ട് ഒറ്റ നോട്ടത്തിലിരിക്കൂലേ, അതുമാതിരി ഇരിക്കുന്നത് അല്ലേ അയാൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടാണ് മിക്കവാറും കലമ്പും. ആ പരുവത്തിലാണുള്ളത്. നല്ല രസമുണ്ട്. നമ്മൾ 2 ടൂർ എക്സ്പീരിയൻസ് ചെയ്തോണ്ട് നല്ലതുണ്ട്. പ്രൈവറ്റ് നമ്മുടെ ലോകമാണ്. അതായത് നമുക്ക് രണ്ടാൾക്ക് ഇഷ്ടമുള്ളത് വേണ്ടിക്ക് പറയാം. ഡ്രൈവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതാണ് പ്രൈവറ്റ്. പക്ഷെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ ചെറവറ സംസാരിക്കും. നമ്മളൊരു ടീച്ചർ കേൾക്കുന്ന മാതിരി അടങ്ങിയിരുന്ന് അനങ്ങാണ്ടിരുന്ന് കേൾക്കണം, കുട്ടികളെ മാതിരി. ടീച്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുട്ടിയുടെ അനങ്ങാണ്ടിരുന്ന് കേൾക്കില്ല, ചോദ്യം ചോദിക്കുന്ന പേടിച്ചിട്ട്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. എൻ്റെ ഫിസിക്സിൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ മാം ഇങ്ങനെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നതായിട്ട്, അതായത് ഫിസിക്സൊക്കെ ഞാൻ ബയോസയൻസ് ആയിരുന്നു എടുത്തത്. അപ്പോൾ നമ്മൾ ഫിസിക്സൊക്കെ ചെയ്യുമ്പോൾ ഫുള്ള് കാൽക്കുലേഷൻസും അങ്ങനത്തെ ഫോർമുല അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഈ മാം ചോദിക്കുന്നതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടങ്ങിയിരുന്ന് ശ്രദ്ധിച്ച്. ഇതാണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ്, ജിൻ വാലി വാട്ടർ റിസർവോയർ. ഊഞ്ഞാലെല്ലാം ഉണ്ട്. ഇതിനാണ് പൈസ കൊടുക്കണം കയറാൻ. ആ സെറ്റ്
അത് നോക്കി ആണ് വാട്ടർ റിസർവോയർ. നമ്മളെ നാട്ടിൽ ലേക്ക് ഡാം എന്നെല്ലാം പറയും. ഇതിൻ്റെ മേലെ ഫോട്ടോ എടുക്കണ്ടെങ്കിൽ 5 ജെല്ല്. നിങ്ങൾ പൈസൻ്റെ കളി കേട്ടോ ഇടാ. ഊഞ്ഞാലാകണ്ടിരിക്കുന്നതിന് എത്ര പൈസ പഠിച്ചിട്ടുണ്ടോ അറിയില്ല, അത് എഴുതിയിട്ടില്ല. പക്ഷെ ഇവിടെ 5 ജെല്ലെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു കോഫിയോ എന്തെങ്കിലും കുടിച്ചാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും കുടിച്ചാലോ. കുടയിലെടുത്തിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ചെറിയ മഴയുള്ളൂ, പക്ഷെ കുടയിലെടുത്തിട്ടാ കുട്ടപ്പൻ കുടയായിട്ടിരിക്കുന്നത് അല്ല നിൽക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് വെച്ചാൽ 1950 ആദ്യം ഒരു റിസർവോയർ ഉണ്ടാക്കി. ആ സമയത്ത് ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഇവർക്ക് വെള്ളം കിട്ടൽ കുറഞ്ഞു. അപ്പോൾ ഇവർ വലിയ ഡാം ആക്കി. അത് 1980 ഈ ഒരു ഡാം ചെയ്തത്. ഇപ്പം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റിസർവോയർ, ജിൻ വാലി വാട്ടർ റിസർവോയർ. നല്ല രസമുണ്ട്. ഇവിടെ 2-3 ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുണ്ട്, ഷോപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട്. ഇതില്ലേ നമ്മുടെ മെന്നാന്ന് കക്കേറ്റി പോയപ്പോൾ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നില്ലേ, വാൾനട്ടും പിന്നെ പുറത്ത് മുന്തിരിൻ്റെ സ്ക്യൂസൊക്കെ ഒഴിച്ചിട്ടുള്ള അതന്നെ. പക്ഷെ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട്. ഇതെല്ലാം എന്ത് മിക്സാണെന്നൊന്നും എനിക്കറിയില്ല. വേണ്ടിയിട്ട് കളറാക്കിയതായിരിക്കും അങ്ങനത്തെ ഉണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ മുട്ടായികൾ ഇതാ കുഞ്ഞു കുഞ്ഞ് പംകിൻ സീഡുണ്ട്, കാഷ്യൂ ഉണ്ട്. ഇവർ ഈ തണുപ്പത്ത് ഇതെങ്ങനെയാപ്പോൾ തണുത്ത വെള്ളമെല്ലാം കുടിക്കുന്നത് പഠിച്ചോനിക്കറിയാം. ഫാൻറ്റ, സ്പ്രൈറ്റ് എല്ലാ സാധനവും ഉണ്ട്. ഇപ്പം പാല് വരും. ഫുൾ സെറ്റിങ്സ് ക്യാപ്പച്ചിനോ ഉണ്ടാക്കുന്നത്. ലോക്കലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, പൈസ കുറവാ. ഇതൊക്കെ മൈപ്പീലിൻ്റെ ചീർപ്പ്. ഇതിൻ്റെ ദേശീയ ബേർഡ് മൈപ്പീലിയാണോ? ഇത് മദർ ജോർജിയ. നമ്മൾ ഇന്നലെ രാത്രി കണ്ടിട്ടില്ലേ അങ്ങൊരു അമ്മാമനെ, അതാണിത്. ജോർജിൻ്റെ കപ്പിത തിബിലിസി. ഇതുപോലത്തെ ഒന്നാണ് എനിക്ക് വീട്ടിലുള്ളത്. എനിക്ക് അപ്പുറത്തോറ് കൊണ്ട് തന്നിട്ടില്ലേ, അത് ഇതുപോലത്തെ കപ്പ. നെയിൽ കട്ടർ. പക്ഷേ ഇവരെ പേര് തന്നെ. ഇതൊക്കെ സ്പൂണ്. യുദ്ധത്തിന് പോകുമ്പോൾ എടുക്കാം ഘടികാരം. അല്ല, ഘടികാരം ക്ലോക്കല്ലേ. ഇതിനെന്താ പറയുക, കത്തിക്ക് എന്താ പറയുക? ഇതെന്താ ആടിപ്പോകുന്ന കണ്ണാടിയോ പഠിച്ചേ. ഇവിടെ അധികവും ഞാൻ കണ്ടത് ഫ്രഷ് ഫ്ലവർ ഇവരിങ്ങനെ കടയിൽ വെക്കും. ഇഷ്ടംപോലെ സാധനം കണ്ടോ. ഇതിനൊക്കെ സ്റ്റാർട്ടിങ് 10 ലാരി എന്നാണ് പറഞ്ഞത്. ഇത് ഞാനൊന്ന് കണ്ടുവച്ചിട്ടുണ്ട്. കുഞ്ഞിക്കപ്പ്. ഇതെന്താ ഗ്ലോബ്. വണ്ടി ഉണ്ടോ? ഇതെല്ലാം ഇവർ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. കുഞ്ഞി മക്കൾക്ക് വെച്ച ഷൂ. ഇതാ പെറ്റ് വേണം കുട്ടിക്ക് പറ്റിയത്. പിന്നെ നമുക്ക് 1/2 മണിക്കൂർ തന്നിട്ടുണ്ടായിരുന്നു ജിൻ വാലി റിസർവോയർ കറങ്ങാൻ വേണ്ടിയിട്ട്. ഫുള്ള് കണ്ട് നമ്മളിപ്പം നമ്മളോട് പറഞ്ഞ ടൈമിങ് 11:15. 11:15 വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകും. തിരിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ച് പണി വിട്ട് വണ്ടി എവിടെയാണ് തപ്പിയിട്ട് കാണുന്നില്ല. എൻ്റെ ഓർമ്മയിൽ വൈറ്റാണ്, ഇവരുടെ ഓർമ്മയിൽ ബ്ലാക്കും. നമ്മൾ രണ്ടും തപ്പി ലാസ്റ്റ് നമ്മളെ ഗൈഡിൻ്റെ തൊപ്പിത്തല വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ഇതാണ് നമ്മുടെ അനന്നൂരി കാസ്കേയിൽ വന്നിട്ട്. ഫുള്ള് വെള്ളമാണ്, ചെറിയ മഴയൊക്കെ ഉണ്ടല്ലോ. അയ്യോ, before it's one what you can see now from this fortress, because some of fortress is down under this water as well. Some is in mountain. This what we have is not big one. Here was when you go inside, you will see that what's inside. You can see one big tower, look like pyramid. What for this we use? We use this for like signal tower. When enemy comes from Tbilisi, on the road you can see everywhere about 12 towers. They burn fire and people build up. They understand enemy comes and they get ready.
Game of Thrones. All this first building in this tower. Inside you can see two churches. Also you can see the hidden tunnels, but tunnels you can't use now. All church, one from 17th century, it's closed now, but you can use and go inside of this new bigger one, 18th century. Also you can go up on this big tower, but be careful because slippery and very narrow. There's a lot of floors. You can go up there and you will see this nice view from the top. From the top floor we fight against our enemy. Go down now and from the left side is the entrance. Okay, let's see time. What time is now? 11:30, 12:10. Okay, we are waiting for you. Now you have free time. Also, my friend, if you want washroom is there. 40 minutes. Okay, and also market, tea, coffee or something else. Okay. ഇല്ലേ ഇവിടെ വരുന്ന ടൂറിസ്റ്റിന് വലിയ അഹങ്കാരമൊന്നുമില്ല. ഒരു ഫോട്ടോ എടുത്തരോ ചോദിച്ചാൽ ഇവർ ചറപറ ഫോട്ടോ തന്നെ. ഇതെന്ത് സംഭവമാണ് എനിക്കറിയില്ല എന്താന്ന്. ഫുള്ള് ചറപറ ഫോട്ടോ എടുത്തരും തന്നെ. ഒന്നിന് ചോദിച്ചാൽ പല വിധത്തിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക. പക്ഷെ രസമുണ്ട് കാണാൻ. നമ്മളാണ് ഒരു ഫോട്ടോ എടുത്താൽ രണ്ടാമത്തെ ഫോട്ടോ നമുക്ക് കഴിയില്ല. ഇപ്പം നമുക്ക് ഫോട്ടോ എടുക്കുന്ന തായ്ലാൻഡിൽ നിന്നാണ്. ഇവിടെ കൂടുതലും വന്ന് നിൽക്കുന്ന ചൈന, റഷ്യ, തായ്ലൻഡ്, ഇന്ത്യൻസ് പിന്നെ യു എ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറവാണ് ഇന്ത്യൻസ് പിന്നെ നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിനല്ലേ എല്ലാവരും വരും. ഇവർക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ കേവ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ആ കാസ്കേഡിൻ്റെ താഴെ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. നമ്മൾ വെറുതെ നടന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വേറൊരു പ്ലേസ് ഉണ്ട്. വറ്റി ഉണങ്ങാനായ ഭൂമി പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു പാലാണ്, പൊട്ടിപ്പൊളിയാനായ പാലം. നല്ല രസമുണ്ട്. അവിടെ വേറൊരു വൈബ്, ഇവിടെ വേറൊരു വൈബ്. നല്ലല്ല. ഇവിടെ വേറെ കുറേ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി മഞ്ഞൾ ഒരുക്കി തീരുമ്പോഴേക്ക് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയി മാറും. നല്ല രസമില്ലേ കാണാൻ. ചാടിക്കടന്നെല്ലാം പോകുന്നുണ്ട്. അവിടെ എന്തോ കണ്ടുപിടിച്ചതാ. ഫ്ലഡെല്ലാം വന്നാൽ ഇവിടുത്തെ അവസ്ഥയായിരിക്കും ഉണ്ടാവും. ഫുള്ള് പോയി. നമ്മളെ കാസ്റ്റിൽ അവിടെയാണ്. അവിടെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ ഇപ്പോൾ ആളൊന്നും അങ്ങനെ ഇല്ല, അധികം ആളൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. കാസ്റ്റിൽ മാത്രം നിൽക്കുന്ന. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വേറൊരു നല്ല രസമുള്ള പ്ലേസ് കാണുന്നത് ഇത്. കുറേ പാലം പൊട്ടാനായൊരു പാലമുണ്ട്. പക്ഷേ ഈ വൈബ് കാണാനൊരു രസമുണ്ട്. ഇവിടെ താഴത്ത് കണ്ടോ കുറേ പെബിൾ സ്റ്റോണൊക്കെ. ഇതാണ് സ്റ്റോൺ. ആ മുന്നിലിരിക്കുന്ന ചെക്കൻ ഭയങ്കര ബോധ്യം. ഒരേ ഡൗട്ട്. ഇപ്പം നമ്മൾ ഗുദേരിയിൽ പോകുന്ന വഴിക്കുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് ഗുദേരിയിലേക്ക് പോകും. ഇവിടുന്ന് ഇനി ഒരു 20 മിനിറ്റ്സ് ഗുദേരി മൗണ്ടെയിൻ്റെ അടുത്ത് എത്താനുണ്ട്. സോ നമുക്ക് 1/2 hour ലഞ്ച് ബ്രേക്കാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ടൂറ് കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെ ഫ്രീ ആയിട്ട് തരുന്നതാണ് ബ്രെഡ്. നമ്മൾ വാങ്ങി ഇതെന്നാ എഗ് പ്ലാന്റ്. നമ്മളെ ബ്രിഞ്ചാളില്ലേ, ബ്രിഞ്ചാളിനെ നീളത്തിൽ കട്ട് ചെയ്ത് എന്തോ അതിൻ്റെ ഉള്ളിൽ വാൾനട്ട് ഇട്ടിട്ട്, വാൾനട്ടിൻ്റെ പേസ്റ്റ്, പിന്നെ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഉറുമാമ്പഴം അങ്ങനെയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ച സാധനം. ഇത് നമ്മൾ മുന്നേ വേറൊരു കടയിൽ നിന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വാൾനട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ട്. ബ്രിഞ്ചാളിൻ്റെ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. പിന്നെ വാൾനട്ടിൻ്റെ ആണെന്ന് പറയുന്നില്ല, വേറെ എന്തോ പേസ്റ്റ് ഇട്ട പോലെ ഉണ്ട്.
നമ്മളിപ്പം ഗുദേരിയിലാണുള്ളത്. ഗുദേരി ഇവിടെ കുറേ റിസോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ റിസോർട്ട്സാണിത്. ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് സ്റ്റേ ചെയ്യാം. നല്ല അടിപൊളി വൈബായിരിക്കും. പിന്നെ അതാ കേബിൾ കാർ, അതാണ് കേബിൾ കാർ. ഇന്നലെ തന്നെ പൊളിയല്ല. ഇന്നലെ അർമേനിയയിൽ വേറെ ടൈപ്പ് സ്നോ. ഇതിപ്പോൾ കയ്യും കാലല്ല കുത്തിപ്പോയി. അടിപൊളി. ഇവിടെ കൂടുതൽ നിൽക്കില്ല, വെറുതെ പോവാം. ഇതാ ഇത് വാ അവസരം ചോദിക്കും. എന്നിട്ട് ഇതിലെടുക്കും. കുറേ ലൈന് കേബിൾ കാർ ഉണ്ട്. അപ്പം ഉണ്ടാവുന്നു. ശരിക്കും ഇവിടെ വന്നിട്ട് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യണം. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും സ്റ്റേക്ക്. ഇവരോട് ചോദിച്ചിട്ട് ഇവർ നല്ല വേനുണ്ട് കേട്ടോ. കംപ്ലീറ്റ് വ്യൂ ആ ഈ കാണുന്നത്. നല്ല ഭംഗി. ഇന്നലെ നമ്മൾ അർമേനിയ പോയ പോലത്തെ സ്നോയേ അല്ല. ഇന്നലെ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്നോ ആയിരുന്നു അർമേനിയയിൽ. ഇവിടെ വേറെ തന്നെ സ്നോ ആ. പിന്നെ ഇവിടെ നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇന്നലെയൊക്കെ എന്ന് വെച്ചാൽ ജാക്കറ്റ് ഇടാണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഇതാ ഞാൻ ജാക്കറ്റൊക്കെ ഊരി നല്ല നാട്ടിൽ നിന്ന് നടക്കുന്ന പോലെ. അപ്പോൾ ഇതാ നടക്കുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം. ഒരു കാല് വെച്ച് നോക്കിയിട്ട് വേണം അടുത്ത കാലിലേക്ക് വെക്കാൻ, അല്ലെങ്കിൽ കുഴിഞ്ഞു പോകും താഴോട്ടേക്ക്. അത്രയും എന്താ പറയുക, ചൂടുണ്ട്, അതുപോലെ തന്നെ തണുപ്പുമുണ്ട്. ആ ഒരു ഫീലിലാണ് ഉള്ളത് ഇപ്പം ഇവിടുത്തെ സ്നോ. ഇത് ഇന്നലെ ഒന്നും എനിക്കിങ്ങനെ കൈകൊണ്ടൊന്നും പിടിക്കാൻ പറ്റില്ല. ഫുള്ള് എനിക്ക് കാല് വരെ ഇതാവാ ചെയ്തത്. ഇന്നിപ്പോൾ ഓക്കെയാണ്. കാലിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ് ഇന്ന്. ഇത് ഇന്നലെ ഭയങ്കര സ്നോ ആയിരുന്നു ഗുദേരിയിൽ. ആ ഇന്നലത്തെ ഫ്രഷ് സ്നോ ആണിത്. ഇന്ന് മഴ ഉണ്ട് എന്നല്ലാണ്ട് ഇവിടെ സ്നോ ആയിട്ട് വന്നിട്ടൊന്നുമില്ല. സ്നോഫോൾസും ഇല്ല. നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് താഴത്ത് മഴ പെയ്യുമ്പോൾ ഇവിടെ നല്ല സ്നോഫോൾസ് ഉണ്ടാവുന്ന. പക്ഷെ ഇവിടെ നമുക്ക് സ്നോഫോൾസ് ഒന്നും കിട്ടിയിട്ടില്ല. നല്ല രസമുണ്ട് ഇവിടെ. അർമേനിയയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ സ്കീ റിസോർട്ട്സ് ആണുള്ളത് കൂടുതലും. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യേണ്ട. അല്ലാത്തവർക്ക് ഒരു നൈറ്റ് നമുക്കിവിടെ സ്റ്റേ ചെയ്താൽ സൂപ്പർബായിരിക്കും. നല്ല രസമുണ്ടാവും രാത്രിയൊക്കെ കാണാൻ. കാരണം ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ റിസോർട്ട്സ് ആണുള്ളത് കംപ്ലീറ്റ്. പിന്നെ അതുപോലെ തന്നെ റൈഡിങ്ങും കാര്യങ്ങളും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇതിൽ. കേബിൾ കാർ ഉണ്ട്, വേറെ കുറേ സ്കീയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടി തണുപ്പ് ഉണ്ടാവുന്നു ഇവിടെ. നല്ല ഗ്ലൗസൊക്കെ ഇട്ട്, ഞാൻ വണ്ടിയിൽ നിന്ന് ഗ്ലൗസൊക്കെ ഇട്ടിട്ടല്ല ഇറങ്ങിയത്. പക്ഷേ ഇവിടെ എത്തിയിട്ട് ജാക്കറ്റ് വരെ കഴിച്ചു. തീരെ തണുപ്പില്ല, ഒരു ചെറിയ ലൈറ്റ് തണുപ്പ് മാത്രമേ ഉള്ളൂ.
ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം ആ സമയത്ത് സ്നോഫോൾസ് ഉള്ളതാണിത്. അതുകൊണ്ടാണ് നമ്മൾ കാല് കുത്തുമ്പോൾ അത് അമർന്നങ്ങ് പോകുന്നത്. പക്ഷെ നമ്മൾ അർമേനിയയിൽ പോയപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര കട്ടയായിട്ടുള്ള സ്നോ, ഫ്രഷ് സ്നോ വീഴുന്നുണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ. ആ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല. ഇതിപ്പം ഇങ്ങനെയാണുള്ളത്. പക്ഷെ രണ്ടും രണ്ട് തരം എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നമ്മളിപ്പം അർമേനിയ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ശരിക്കും നഷ്ടമായി മാറും. കാരണം സ്നോ ഫോൾസ് കിട്ടില്ല, സ്നോ മാത്രം കിട്ടും. ഇവിടെ ഇപ്പം സ്നോ ഫോൾസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെ നടന്നു വരുവാണെങ്കിൽ അടുത്തൊക്കെ ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഹണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു കുഞ്ഞു റിസോർട്ട് ഇതിൻ്റെ നടുവിൽ. അതെന്ത് പട്ടിക്കുട്ടിയോ? ഇപ്പോൾ ഒരു ഇതാ ഇങ്ങനത്തെ കുറേ എണ്ണത്തിന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഹണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഭയങ്കര ടേസ്റ്റാന്നല്ല പറയുന്നത്. വാങ്ങി ഒന്ന് ടേസ്റ്റ്. നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഹണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതാണ് തന്ന ഹണി ടേസ്റ്റ്. സാധാരണ ഹണീൻ്റെ ഒരു ചോയ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ആ മലൻ്റെ മേലെ പോയിട്ട് ഞാൻ ഫുള്ള് കറുപ്പടിച്ച് കരി പോലെ ആയി. സാധാരണ ഹണി ടേസ്റ്റ് തന്നെ, വലിയ മാറ്റമൊന്നുമില്ല കാണാനും, അല്ല ടേസ്റ്റ് ചെയ്യാൻ. ഇത് വേറെ ഹണിയാണ്. നേരത്തെ വന്നതൊരു വൈറ്റ് കളറാണ്, ഇതിലൊരു യെല്ലോയിഷ് കളറുണ്ട്. ഇതിൻ്റെ ടേസ്റ്റും മാറ്റം. പക്ഷെ എനിക്ക് ആടുന്ന് നിന്ന ഹണീൻ്റെ ടേസ്റ്റ് തന്നെ. ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒറിജിനൽ അതൊന്നും പഠിച്ചവനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അയാളെ ഹണീനെ പറ്റി എന്തോ ഭയങ്കര ഡിസ്ക്രിപ്ഷനിലുള്ളത്. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രീ സർവീസ് ആണോ ആയിരിക്കും മേ ബി. ഭയങ്കര എല്ലാവർക്കും വന്നോ അടുത്ത് വന്നോ തരാമെന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം മേടിച്ച് കൊണ്ടുപോകുന്നു. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ കിടക്കുന്നത്. ഒന്നും രണ്ടൊന്നും അല്ല. ഞാൻ ഫസ്റ്റത്തെ 2 എണ്ണമാണ് ടേസ്റ്റ് ചെയ്തത്. ഇനിയും ഉണ്ട് ഫ്ലേവേഴ്സ്. അത് പക്ഷെ തരാൻ വേണ്ടി റോൾ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവർ 2 സ്പൂണിലെടുക്കുക, അതിനെ റോൾ ചെയ്തിട്ട് പുറത്താവാത്ത രീതിയിൽ അങ്ങനെ ആക്കി തരുന്ന. ഇപ്പം നമ്മളെ ഗൈഡ് പറഞ്ഞു തന്നതാ, വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പോപ്പുലേഷൻ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഈ മലൻ്റെ മേലയിലൊക്കെ താമസിക്കുന്നവർക്ക്, അതായത് ഗുദേരി അങ്ങനത്തെ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് വെള്ളം, കറണ്ട്, ഗ്യാസ് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ മലൻ്റെ മേലയിൽ താമസിക്കാൻ തുടങ്ങി. അവർക്ക് ഗവൺമെൻറ് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് ഇന്നും കൊടുത്തുകൊണ്ട് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ സൂപ്പറാണ്. നമ്മൾ വരുന്ന സമയത്ത് ചെറിയ മഴ ഉള്ളതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ റിട്ടേൺ താഴോട്ടേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി വൈബൊക്കെയാണുള്ളത്. ഈ ഗ്രൂപ്പ് ടൂറിൽ കയറിയപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിയില്ല. ഇപ്പം ഒരു കുട്ടിയുണ്ട്, ആളുടെ പേര് കെച്ചപ്പെന്നും കേന്നും വിളിക്കും പോലും. ആളെ റഷ്യയിൽ നിന്ന് വരുന്നത് സോളോ ട്രിപ്പായിട്ട്. അതായത് അവൾ ഒറ്റയ്ക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അവൾക്കിപ്പോൾ അവിടെ വെക്കേഷനാണ്. ഫ്രണ്ട്സൊക്കെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നില്ലേ, അപ്പം ഫ്രണ്ട്സൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു. ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോർജിയയിൽ വന്ന് ഇന്നലെ പോലും എത്തിയത്. ഇവിടെ ഒരു ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം നാളെയോ മറ്റന്നാളോ റിട്ടേൺ പോകുമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് സോളോ ട്രിപ്പ് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും നോക്കാണ്ട് തന്നെ ഇറങ്ങിയതാവുമല്ലോ. റഷ്യയിൽ നിന്ന് ഭയങ്കര അടുത്ത ജോർജിയ. വിയ കാറ് വേണ്ടിക്കിൽ വരാം. നമ്മൾ അർമേനിയ പോയ പോലെ കാറ് വേണ്ടിക്കിൽ വരാം. എല്ലയിൽ നമുക്ക് ഫ്ലൈറ്റ് വേണ്ടിക്കിൽ അങ്ങനെയും വരാം. അവൾ റഷ്യയിലല്ല, പക്ഷേ റഷ്യയിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളോട്ടുള്ള ഏരിയയിലാവുമല്ലോ. അപ്പം ആദ്യമൊക്കെ അവളെ എന്താ പറയുക, അവൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആദ്യമൊക്കെ അവൾ എന്താ പറയുക, റഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് അവൾ ഉള്ളിലെ ഭാഗത്താണ് റഷ്യയിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് റഷ്യയിലേക്ക് സെൽഫായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി പോലും. അതിനുശേഷം ഫസ്റ്റ് ടൈം ഇതുപോലെ ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന രീതിയിൽ
അവൾ ട്രാവൽ ചെയ്തു. അപ്പം അവൾക്ക് ഭയങ്കര എക്സ്പീരിയൻസാണ്. ഒന്നുമില്ല, ഒരു ബാഗും തൂക്കി നല്ല സ്റ്റൈലിൽ എല്ലാ രാജ്യവും കവർ ചെയ്ത് പോകാന്നുള്ള ഇതിലാണ് അവളുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അവൾ സ്റ്റാർട്ടിങ് മാത്രമാണ്. എന്തായാലും പറയുന്നുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വെക്കേഷൻ വരുമ്പോൾ വേറെ കൺട്രിയിലേക്ക്, അസർബൈജാനിലേക്കോ അങ്ങനെ വേറെ കൺട്രിയിലൊക്കെ ട്രാവൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ട്രാവൽ ചെയ്യട്ടെ. പിന്നെ നമ്മൾ വേറൊരു ടീമിനെ കണ്ടതെന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവർ ഇന്ത്യയിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നത്, ഹൈദരാബാദിൽ നിന്ന്. ഫസ്റ്റ് അസർബൈജാനിലേക്ക് വന്ന് അവിടുന്ന് ജോർജിയയിലേക്ക്, അതായത് 1 നൈറ്റ് സ്റ്റേ അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എന്നോട്. അസർബൈജാനിൽ 1 നൈറ്റ് നിന്നു, അവിടുത്തെ ടൂറ് കഴിഞ്ഞു. പിന്നെ ജോർജിയയിലേക്ക് അവർ കവർ ചെയ്യാൻ വേണ്ടി വന്നു. ജോർജിയയിൽ ഇന്ന് ഈ ടൂറ് കഴിഞ്ഞു, നാളെ ഇനി അവർക്ക് എന്തോ പാർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതും കൂടി കഴിഞ്ഞ് ഡയറക്റ്റ് ഇനി ഇന്ത്യയിലേക്ക് റിട്ടേൺ പോകും. ഇതിപ്പം ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പം അർമേനിയയും ജോർജിയയാണ് കവർ ചെയ്തത്. ശരിക്കും ഒരു ട്രാവൽ ഐറ്റിനറി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ പല രാജ്യവും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് റഷ്യ ജോർജിയൻ്റെ ബോർഡറിൻ്റെ അടുത്താണ്. വിയ റോഡോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ അങ്ങനെയൊക്കെ പോകാൻ പറ്റും. നമുക്ക് പ്ലാനില്ല, നമ്മൾ സഡൻ ടിക്കറ്റ് എടുത്തു. പിന്നെ ടിക്കറ്റ് എടുത്ത് പിന്നീട് നമ്മൾ തീരുമാനിച്ചു എന്നാൽ അവിടെ നമുക്ക് അർമേനിയ പോവാം. അങ്ങനെയുള്ളൊരു പ്ലാനിലായിരുന്നു നമ്മൾ വന്നതും പോയതും ഒക്കെ. ശരിക്കും കംപ്ലീറ്റ് ഐറ്റിനറി പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ട്രിപ്പ് അടിപൊളിയായിരിക്കും. കുറച്ചും കൂടി രാജ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം അവർ വന്നത് അസർബൈജാൻ, ജോർജിയ. ശരിക്കും അവർക്ക് ഇവിടുന്ന് അർമേനിയയിലേക്കും കൂടി ട്രാവൽ ചെയ്യാം. എന്നാൽ നമുക്ക് അസർബൈജാനിൽ നിന്ന് ഡയറക്റ്റ് അർമേനിയയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, എന്തൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നതായതുകൊണ്ട് അവർ 2 കൺട്രീസിലേക്കും വിസ എടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. വിസയും ട്രാവൽ ഇൻഷുറൻസും മസ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ജോർജിയയിൽ നിന്ന് റഷ്യയിലേക്ക് പോകുന്ന ട്രക്കാണ്. പക്ഷേ ഇവർ നിർത്തിയിട്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നല്ല ഹെവി സ്നോ ആയതുകൊണ്ട് റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ഗൈഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഹെവി സ്നോവും റെയിൻഫോളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ റോഡ് ക്ലോസ് ചെയ്തിട്ട് മേ ബി 1 or 2 വീക്ക് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. സ്നോ ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇവർക്ക് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഡ്രൈവേഴ്സ് എന്ത് ചെയ്യും, 1 or 2 വീക്ക് ഇതിൽ തന്നെ ഉണ്ടാവും. അവർ ഉറക്കം തിന്നാലും ഒക്കെ ഇതിൽ തന്നെ ഉണ്ടാവാൻ. സിറ്റി ഓഫ് തിബിലിസി. നമ്മളിപ്പോൾ ഉള്ളത് യുനെസ്കോ ഹെറിറ്റേജിലാണ്. അതായത് മെസ്കത്തയിലുള്ള ഒരു ചേർച്ചിൻ്റെ അടുത്ത്. അതിൻ്റെ മേലത്തെ വ്യൂ ആയി കാണുന്നത്. കംപ്ലീറ്റ് എന്താ പറയുക, തിബിലിസി സിറ്റി കാണുന്നുണ്ട്. ഈ സെയിം ചേർച്ച് പോലെ അവിടെ ഒരു ചേർച്ചുള്ളൂ. ഇവിടുത്തെ ചേർച്ചിനെല്ലാം ഒരേ ഭാവം തന്നെ, കല്ലുകൊണ്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചേർച്ചുമാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ വന്നിട്ട് പള്ളി ഒന്നും കണ്ടില്ല. നമ്മൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒരിടത്ത് ഒരു പള്ളി എങ്ങാനും ഉണ്ട്, വേറെ പള്ളിയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ക്രിസ്ത്യൻ ചേർച്ച് ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ അമ്പലമില്ല അല്ലേ, അമ്പലം ഒന്നും കണ്ടില്ല. പക്ഷേ ഈ മലൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ചേർച്ച് വെച്ചതുകൊണ്ട് വ്യൂ എല്ലാം അടിപൊളിയാണ്. ഉള്ളിൽ കയറി കാണുന്ന ആൾക്ക് കാണാം, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ നിൽക്കുന്ന പോലെ പുറത്ത് നിന്ന് ഇങ്ങനെ വ്യൂവും കണ്ടിട്ട് തിരിച്ചു പോകണം. ഇപ്പം നമ്മൾ ആ ചേർച്ചിൻ്റെ സൈഡിലാണ് വന്നത്. സൈഡിൽ ഫുള്ള് കോട വന്ന് വീണ്, അങ്ങോട്ടേക്കൊന്നും നടക്കാനൊന്നും കാണുന്നൊന്നുമില്ല. ഫുൾ കോട വന്ന്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ തിബിലിസി സിറ്റിയും ഇങ്ങനത്തെ തന്നെയായിരിക്കും ഉണ്ടാവാൻ. അതുകൊണ്ടാണ് നമ്മൾ ഗുദേരിയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചത്. കുറച്ച് സമയം കൂടി കഴിഞ്ഞെങ്കിൽ ഗുദേരി കംപ്ലീറ്റ് സ്നോയിലായിട്ടുണ്ടാവും. പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല, വണ്ടി എടുക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവാൻ. വേണ്ട താഴത്ത് ആ സൈഡിൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് വ്യൂ എങ്കിലും കാണാൻ പറ്റിനി. ഇവിടെ നോക്കുമ്പോൾ ഇതാ ജസ്റ്റ് വണ്ടി പോകുന്നേ ഉള്ളൂ. വേറെ ഒന്നും മൊബൈലിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ക്യാമറയിലൂടെ. പക്ഷെ എനിക്ക് വണ്ടി മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിലുള്ള ഒരു വ്യൂവും കാണുന്നില്ല. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് താഴോട്ടേക്ക് പോകാനുള്ള വേ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ പോവാം. തുടങ്ങിയപ്പോഴാണ് വീഡിയോൻ്റെ ഓർമ്മ വന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് നേരെ ഇനി ഹോട്ടലിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.